എന്നാൽ നിങ്ങൾ കണ്ടുവോ മഹാനായ സ്വഹാബി വര്യൻ സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ. ആരാണ് സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ? അല്ലാഹുവിന്റെ റസൂലിന്റെ മദീനയിലെ പള്ളിയിൽ ഒരു പാവപ്പെട്ട സഹാബി കടന്നു വരികയാണ്. നമ്മുടെ ദർസുകളിൽ പാവപ്പെട്ട മുത്തഅല്ലിമീങ്ങൾ വരുമ്പോ ഹാജിയാരെ വിളിച്ചിട്ട് ഉസ്താദ് പറയും, ഹാജിയാരെ ഈ കുട്ടി ഒരു പാവപ്പെട്ട കുട്ടിയാ, നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കണം, നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി ഇവനെ സംരക്ഷിച്ചു കൊള്ളണം എന്നൊക്കെ പറയുന്നത് പോലെ ഈ പാവപ്പെട്ട സഅലബ എന്ന സഹാബിയെ മുതലാളിയായ പ്രമാണിയായ ഒരു സഹാബിയെ ഏൽപ്പിച്ചിട്ട് റസൂലുള്ള പറഞ്ഞു, മോനെ ഇവനെ നിന്റെ സഹോദരനെ പോലെ നീ കരുതണം, നിന്റെ വീട്ടിൽ ഇയാളെ താമസിപ്പിക്കണം, അയാൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും നീ ഒരുക്കി കൊടുക്കണം. ആ സഹാബി വര്യനത് സമ്മതിച്ചു. ഒടുവിലതാ രണ്ടുപേരും കൂടി വീട്ടിൽ താമസമാകുകയാണ്. എന്റെ ചെറുപ്പക്കാരെ നിങ്ങൾ ശ്രദ്ധിക്കണേ, എന്റെ ഉമ്മമാരെ നിങ്ങളുടെ ശ്രദ്ധ അല്പനിമിഷം ഇവിടേക്ക് നൽകണേ. 13 കൊല്ലത്തോളം താമസിച്ചു. ഈ 13 കൊല്ലം താമസിക്കുമ്പോഴും എങ്ങനെ ഈ 13 കൊല്ലം താമസിക്കുമ്പോഴും മഹാനായ സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എന്ന സഹാബി മദീനയുടെ പള്ളിയിൽ നിസ്കാരം നിർവഹിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ മദീനയിലെ പള്ളിയിൽ ജമാഅത്തിന് പ്രവാചക പുങ്കവർക്കൊപ്പം കൂടിയിട്ട് തിരിച്ചു വരുമ്പോൾ ആ വീട്ടിലെ വേലക്കാരിയായ പെണ്ണ് വിളിച്ചു പറയുന്നു, എന്റെ പ്രിയപ്പെട്ട യജമാന. മുതലാളിയായ സഹാബിയോട് ആ വീട്ടിലെ വേലക്കാരിയായ പെണ്ണ് പറയുന്നു, യജമാന, ജാഅ സ്വദീഖുൽ അഅമാ, ജാഅ സ്വദീഖുൽ അഅമാ. കൺകുരുടനായ നിങ്ങളുടെ കൂട്ടുകാരൻ, കൺകുരുടനായ നിങ്ങളുടെ സ്നേഹിതൻ ഇതാ വരുന്നു, ഇതാ വരുന്നു. മഹാനായ സഅലബതങ്ങൾക്ക് കണ്ണിന് പ്രശ്നമൊന്നുമില്ല, മഹാനായ സഅലബതങ്ങൾക്ക് കണ്ണിന് പ്രോബ്ലം ഒന്നുമില്ല. പക്ഷേ ഈ പെണ്ണെന്തിനാണ് അങ്ങനെ പറയുന്നതെന്നറിയുമോ? ഈ പെണ്ണെന്തിനാണ് അങ്ങനെ പറയുന്നതെന്നറിയുമോ? 13 കൊല്ലമായി, ശ്രദ്ധിച്ച് കേൾക്കണം, 13 കൊല്ലമായി ഈ സഹാബിയുടെ വീട്ടിൽ മഹാനായ സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എന്ന സഹാബി താമസിച്ചിട്ട് ഒരു തവണ പോലും ആ വേലക്കാരിയായ പെണ്ണിന്റെ മുഖത്തേക്ക് മഹാനായ സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എന്ന സഹാബി വര്യൻ അവളുടെ മുഖത്തേക്ക് നോക്കിയിട്ടില്ല. ഈ കാരണം കൊണ്ട് ആ പെണ്ണ് പറയുന്നു, അന്ധനായ കൺകുരുടനായ നിങ്ങളുടെ കൂട്ടുകാരൻ വരുന്നുണ്ട് മുതലാളി. ഈ പെണ്ണ് പറയുന്നു, ഞാൻ സംഭവം ചുരുക്കി പറയാം. മഹാനായ മുതലാളിയായ പ്രമാണിയായ സഹാബി വര്യന് സുദീർഘമായ യാത്ര പോകേണ്ടതായി വന്നു. സഅലബ എന്ന സഹാബിയെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ സഅലബ, ഞാനൊരു യാത്ര പോകുകയാണ്, ഞാനൊരു സുദീർഘമായ സഞ്ചാരത്തിനൊരുങ്ങുകയാണ്. നീ ഒരു കാര്യം ചെയ്യണം, ഞാൻ വരുന്നത് വരെ എന്റെ വീടും എന്റെ പറമ്പും എന്റെ വസ്തുവകകളും എന്റെ സമ്പത്തുമെല്ലാം നോക്കേണ്ടത് നീയാണ്. മഹാനായ സഅലബതങ്ങൾ സമ്മതിച്ചു. ആ പ്രമാണിയായ സഹാബി വര്യൻ യാത്ര തിരിക്കുകയാണ്. സുദീർഘമായ യാത്രയ്ക്ക് പോയി. അപ്പോഴതാ സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എന്ന സഹാബി, പ്രമാണിയായ ഈ സഹാബിയുടെ വീട്ടിന്റെ അകത്തളത്തിൽ താമസിക്കുന്ന സഹാബിയുടെ മനസ്സിലേക്ക് പിശാച് കടന്നു വരികയാണ്. പിശാച് കടന്നു വന്നിട്ട് പറഞ്ഞു, ഡോ സഅലബ, സഅലബ, നിന്റെ കൂട്ടുകാരനോട് പോയി സുദീർഘമായ യാത്രയ്ക്ക് പോയി അല്ലേ? നീ നിന്റെ കൂട്ടുകാരന്റെ വൈഫിനെ കണ്ടിട്ടുണ്ടോ? പിശാച് പറയുന്നത് നല്ല കാര്യമാ, പിശാച് പറയുന്നത് നല്ല കാര്യമാ. നീ നിന്റെ കൂട്ടുകാരന്റെ വൈഫിനെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലല്ലോ. നിന്റെ വൈഫ്, നിന്റെ കൂട്ടുകാരന്റെ വൈഫിനെ ആരേലും തട്ടിക്കൊണ്ടു പോകാൻ വന്നാൽ, അതല്ലെങ്കിൽ ആരെങ്കിലും തട്ടിക്കൊണ്ടു പോയാൽ നിനക്കാ പെണ്ണിനെ
പോയി മോചിപ്പിക്കണ്ടായോ? മോചിപ്പിക്കണമെങ്കിൽ ആ പെണ്ണിനെ നീ കാണണ്ടായോ? നീ ഇങ്ങനെ കാണാതെ ഇരുന്നാൽ അത് നിന്റെ കൂട്ടുകാരന്റെ ഭാര്യ എങ്ങനെ നിനക്ക് മനസ്സിലാകുന്നത്? ശൈത്താൻ പറഞ്ഞത് കാര്യവാ, ഇബ്ലീസ് പറഞ്ഞത് കാര്യവാ. ഈ മഹാനായ സഹാബി വര്യൻ അകത്തളത്തിലേക്ക് കടന്നു. അടുക്കളയുടെ അരമനയുടെ അകത്തളത്തിലേക്ക് കടന്നു ചെന്നപ്പോൾ ആ മഹദിയായ സ്വഹാബിയത്തിനെ ഒരു തവണയൊന്ന് നോക്കി, രണ്ടാമതൊന്ന് നോക്കി, മൂന്നാമതൊന്ന് നോക്കുന്നത് കണ്ടപ്പോൾ ആ മഹദിയായ സ്വഹാബിയത്തായ വനിത ചോദിച്ചു, അല്ലാഹുവിന്റെ നരകത്തെ പേടിക്കാതെ നീ എന്തിനാണ് ഹറാമ് ചെയ്യുന്നത് സഅലബ? ഇത്രയും കാലം എന്റെ വീട്ടിൽ നീ താമസിച്ചിരുന്നോ? നീ എന്റെ അരമനയുടെ അകത്തളത്തിലേക്ക് ധൈര്യസമേതം എന്റെ ഭർത്താവില്ലാത്ത നേരത്ത് നീ എന്തിനാണ് കടന്നു വന്നതെന്ന് അല്ലാഹുവിന്റെ നരകത്തെ പേടിക്കാതെ നിനക്ക് എങ്ങനെ ഹറാമ് ചെയ്യാൻ തോന്നുന്നു എന്ന് ഈ അൻസാരിയായ പെങ്ങളങ്ങോട്ട് ചോദിച്ചപ്പോൾ സഹോദരന്മാരെ, സഅലബത്ത് ബിൻ അബ്ദുറഹ്മാന്റെ മനസ്സിന്റെ അകത്തളത്തിൽ ഇടുത്തി പോലെയാണ് ഈ ചോദ്യം എന്ന് പതിച്ചത്. അദ്ദേഹം രണ്ട് കൈകളും തലയിൽ വെച്ചിട്ട് ആലോചിച്ചു പോയി, പടച്ചവനെ, അല്ലാഹുവിന്റെ നരകത്തെ പേടിക്കാതെ ഞാൻ എങ്ങനെയാണ് ഹറാമ് ചെയ്തത്? അല്ലാഹുവിന്റെ നരകത്തെ പേടിക്കാതെ ഞാൻ എങ്ങനെയാണ് ഹറാമ് ചെയ്തത്? ഈ മനുഷ്യൻ ഇങ്ങനെ ആലോചിച്ച് വിരളി പൂണ്ടുകയാണ്. ഞാൻ ഈ ചെയ്തത് മദീനയിലെ നബി അറിയുമോ? ഞാൻ ഈ ചെയ്തത് എന്റെ റസൂലുള്ള അറിയുമോ? അയാൾ ഇറങ്ങി ഓടുകയാണ്. ഓടി 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 വിജനമായ മക്കയുടെയും മദീനയുടെയും ഇടയ്ക്കുള്ളൊരു മലമ്പ്രദേശത്ത് ഒരു താഴ്വാരത്ത് പോയ അയാൾ ഏകാന്തവാസിയായി താമസിക്കുകയാണ്. ദിവസങ്ങൾ പിന്നിട്ടു പോയി. ഏകദേശം 40ഓളം ദിവസങ്ങൾ പിന്നിട്ടു പോകുമ്പോൾ മറ്റേ സഹാബി വര്യൻ യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നു. യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ എല്ലാ യാത്രക്കാരെയും സ്വീകരിക്കാൻ അതിർത്തിയിൽ ആളുകളുണ്ട്. ഇദ്ദേഹത്തെ സ്വീകരിക്കാൻ സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എന്ന സഹാബി വന്നിട്ടില്ല. അദ്ദേഹം ആലോചിച്ചു, എല്ലാരും വന്നല്ലോ, എന്തേ എന്റെ സഅലബ വരാത്തത്? അയാൾ എവിടെ പോയി? എന്തുകൊണ്ടാ അയാൾ വരാത്തത് എന്നിങ്ങനെ ചിന്തിച്ച് വീട്ടിലേക്ക് കടന്നിരുന്നു. വീട്ടിലേക്ക് ചെല്ലുമ്പോ ഭാര്യ വിഷയങ്ങളൊക്കെ ഇങ്ങനെയാന്ന് അവതരിപ്പിച്ചു കൊടുത്തു. ആ നേരത്തെ അദ്ദേഹം നേരെ റസൂലുള്ളാഹിന്റെ ചാരത്തേക്ക് ചെന്ന് വിവരം പറഞ്ഞു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമറുൽ ഫാറൂഖ് തങ്ങളെയും സൽമാനുൽ ഫാരിസി തങ്ങളെയും വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ സഅലബത്ത് ബിൻ അബ്ദുറഹ്മാനെ അന്വേഷിക്കണേ. മദീനയ്ക്ക് അരിച്ചു പറക്കി സഅലബയെ കണ്ടില്ല. മക്കയ്ക്ക് അരിച്ചു പറക്കി സഅലബയെ കണ്ടില്ല. നേരെ റസൂലുള്ളാഹിന്റെ ചാരത്ത് വന്നിട്ട് പറഞ്ഞു, നബിയേ, ഞങ്ങൾ സഅലബയെ കണ്ടില്ല. ആ നേരത്ത് റസൂലുള്ള പറഞ്ഞു, മക്കയുടെയും മദീനയുടെയും ഇടയ്ക്കുള്ളൊരു താഴ്വാരത്ത് നിങ്ങൾ പോക, അവിടെ സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ ഉണ്ടാകും. അദ്ദേഹത്തെ നിങ്ങൾ പോയി വിളിച്ചു കൊണ്ടുവരീൻ. ഈ സഹാബിമാർ രണ്ടുപേരും അവിടെ ചെന്നു നോക്കുമ്പോ വിജനമായൊരു സ്ഥലമാണ്. ആൾപ്പാർപ്പൊന്നും അവിടെ കാണുന്നില്ല. ആളുകൾ താമസിക്കുന്ന അടയാളവും അവിടെയില്ല. നോക്കുമ്പോ കുറെ ആട്ടിൻപറ്റങ്ങളെയും കൊണ്ട് ഒരു ആട്ടിടയൻ ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. ഈ ആട്ടിടയനെ കണ്ടപ്പോ ചോദിച്ചു, പിന്നെ ഞങ്ങൾ മദീനയിൽ നിന്ന് വരുക, ഞങ്ങൾ മുത്തുനബിയുടെ അടുത്തുനിന്ന് വരികയാ, ഞങ്ങളൊരു കൂട്ടുകാരൻ ഈ പരിസരത്ത് എവിടെയോ അകപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടോ? മുത്തുനബിയുടെ അടുത്ത് നിന്ന് വരുന്ന ആളുകളാണോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്വേഷിക്കാൻ മാത്രം യോഗ്യനായ ഒരാളൊന്നും ഇവിടെ ഇല്ല. പിന്നൊരു ഭ്രാന്തനായ മനുഷ്യനുണ്ട്, ഒരു മതിഭ്രമത പിടിച്ച മനുഷ്യനുണ്ട്. അയാളാണെങ്കിൽ കുറെ കൂടെ ഇരുട്ടണം, കുറെ കൂടെ സൂര്യൻ അസ്തമിക്കണം, ഇരുട്ട്
പരക്കുന്ന നേരത്ത് ഏതോ ഒരു ഗുഹാമുഖത്ത് ഒളിച്ചിരിക്കുന്ന മനുഷ്യൻ പെട്ടെന്ന് ഇങ്ങനെ പ്രത്യക്ഷപ്പെടും. രണ്ട് കൈയും ഇങ്ങനെ തലയിൽ അയാൾ വെക്കും. അയാൾ ഉച്ചത്തിൽ നിലവിളിക്കും, അല്ലാഹുവിന്റെ നരകത്തെ പേടിക്കാതെ ഹറാം കണ്ടുപോയവനേ എന്നിങ്ങനെ നിലവിളിച്ചുകൊണ്ട് തറയിൽ കിടക്കുന്ന മണൽത്തരികളെടുത്ത് വാരി തലയിലേക്ക് ഇട്ടുകൊണ്ട് നിലവിളിക്കുന്ന ഒരു മനുഷ്യനുണ്ട്. ഒരു ഭ്രാന്തനായ മനുഷ്യൻ. നിങ്ങൾ അയാളെയാണ് കാക്കുന്നതെങ്കിൽ കുറച്ചു നേരം ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കൂ. ഇരുട്ട് ശക്തിയായെന്ന് പരക്കട്ടെ. അയാൾ ഈ മരടിവാരത്തിൽ ഏതോ ഒരു ഗുഹാമുഖത്ത് ഒളിച്ചിരിക്കുകയാണ്. അയാൾ കടന്നു വരും. മഹാനായ ഈ സഹാബിമാർ രണ്ടുപേരും കൂടെ കാത്തു നിന്നു. ഇരുട്ടിങ്ങനെ പരന്നപ്പോൾ അതാ ഏതോ ഒരു ഗുഹയുടെ അടിവാരത്ത് ഒളിച്ചിരുന്ന സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എന്ന സഹാബി വര്യൻ രണ്ട് കൈകളും തലയിൽ വെച്ചുകൊണ്ട് നിലത്ത് കിടന്ന മണലുകളെല്ലാം വാരി തലയിലേക്ക് ഇങ്ങനെ ഇട്ടുകൊണ്ട് തട്ടഹസിച്ച് നിലവിളിക്കുന്നു, അല്ലാഹുവേ എന്നെ നരകത്തെ തൊട്ട് നീ കാക്കണേ അല്ലാഹ്. നിന്റെ നരകത്തെ പേടിക്കാതെ ഞാനൊരു ഹറാമ് ചെയ്തു പോയി അല്ലാഹ്. ഞാനും നിങ്ങളും ആലോചിച്ചു നോക്കുക എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ. നമ്മൾ എത്ര തോന്നിവാസങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത്, നമ്മൾ എത്ര തെറ്റുകളാണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത്. നമുക്ക് ആർക്കെങ്കിലും വല്ല ആശങ്കയോ വല്ല ടെൻഷനോ നമ്മുടെ കൽബുകളെ എപ്പോഴെങ്കിലും നോവിക്കാറുണ്ടോ? മഹാന്മാരായ സഹാബിമാര് നോക്കുമ്പോ സഅലബ എന്ന സഹാബി ആകെ മാറിയിരിക്കുന്നു. ഭക്ഷണമൊന്നും കഴിക്കാതെ മെല്ലിച്ചൊരു കോലം, താടിയും മുടിയുമെല്ലാം വളർത്തിയിട്ട വല്ലാത്തൊരു വികൃതമായ കോലം. നേരെ ചെന്നിട്ട് പറഞ്ഞു, ഞാൻ ഉമറുൽ ഫാറൂഖാണ്, ഇത് സൽമാനുൽ ഫാരിസിയാണ്, ഞങ്ങൾ റസൂലുള്ളാഹിന്റെ ചാരത്ത് നിന്ന് ഹബീബ് പറഞ്ഞിട്ട് വരുന്ന ആളുകളാണ്. നിങ്ങളെ ഹബീബ് വിളിക്കുന്നുണ്ട്, യദ്ഊക റസൂലുള്ളാഹ്. ഈ മനുഷ്യൻ പറഞ്ഞു, ഞാൻ വരൂല. എന്റെ ഈ കണ്ണുകൾ കണ്ടോ, അല്ലാഹുവിന്റെ നരകത്തെ പേടിക്കാതെ ഹറാം കണ്ടുപോയ കണ്ണുകൾ. ഈ കണ്ണുകളുമായിട്ട് ഞാനെങ്ങനെ റസൂലുള്ളാഹിന്റെ ചാരത്തേക്ക് കടന്നു വരും? ഈ കണ്ണുകളുമായിട്ട് ഞാനെങ്ങനെ ഹബീബിന്റെ ചാരത്തേക്ക് കടന്നു വരും? സാധ്യമല്ല. ഞാൻ വരില്ല. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനോട് അദ്ദേഹം ഇത് സംസാരിക്കുമ്പോൾ മഹാനായ ഫാറൂഖ് തങ്ങൾ പറഞ്ഞു, മോനെ ആരാ നിന്നെ വിളിച്ചതെന്നറിയുമോ? റസൂലുള്ളാഹി തങ്ങളാണ്. മുത്തുനബി വിളിച്ചാൽ എന്താ പ്രത്യേകത എന്നറിയുമോ? ഫർദ് നിസ്കാരത്തിലാണെങ്കിലും റസൂലുള്ള വിളിച്ചാൽ ഉത്തരം ചെയ്യണമെന്നാണ് ഇസ്ലാമിന്റെ ശരീഅത്തിന്റെ നിയമമുള്ളത്. അതുകൊണ്ട് ഹബീബ് വിളിക്കുന്നു, നീ മദീനത്ത് വന്നേ പറ്റൂ. അപ്പോൾ ഇയാള് പറയുകയാണ്, ഈ സഹാബി വര്യൻ പറയുകയാണ്, ഞാൻ വരാം, പക്ഷേ നിങ്ങൾ എന്നെ എന്ത് ചെയ്യണമെന്നറിയുമോ? എന്റെ കാലിൽ നിങ്ങൾ ചങ്ങല കൊണ്ട് ബന്ധിക്കണം. എന്റെ കാലിൽ ചങ്ങല കൊണ്ട് ബന്ധിച്ചിട്ട് എന്നെ നിങ്ങൾ മുഖം കുത്തിയ രീതിയിൽ ഈ കാട്ടിൽ നിന്ന് വലിച്ചിഴച്ചുകൊണ്ട് ഹബീബിന്റെ ചാരത്തേക്ക് പോകണം. കാരണം തെറ്റ് ചെയ്തു പോയി. കണ്ണുകളുള്ള തല ഇങ്ങനെ തറയിൽ കിടന്ന് ഒരഞ്ഞൊരഞ്ഞ് മുറിവാകട്ടെ. ഇനി അഥവാ മദീനത്ത് വന്നാൽ തന്നെ ഹബീബായ നബി നിസ്കാരം നിർവഹിക്കാൻ വേണ്ടി തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി ബിലാൽ തങ്ങൾ ഇഖാമത്ത് കൊടുത്ത ശേഷം റസൂലുള്ളാഹി തങ്ങളെ കൈ കെട്ടിയാൽ മാത്രമേ ഞാൻ മദീനയിലെ പള്ളിയിൽ പ്രവേശിക്കുകയുള്ളൂ. ഈ വർത്തമാനം കൂടി മഹാനായ സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എന്ന സഹാബി കണ്ടീഷൻ പറയുകയാണ്, നിബന്ധന വെക്കുകയാണ്. വളരെ തന്ത്രജ്ഞനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മഹാനവറുകളെയും കൊണ്ട് മദീനയിലെത്തിപ്പോയി. മദീനയിലെത്തുമ്പോൾ ഒരു കാരണവശാലും പള്ളിയിൽ കയറാൻ തുനിയുന്നില്ല, സന്നദ്ധനാകുന്നില്ല. ഒടുവിൽ ഹബീബായ നബി ഇശാ നിസ്കാരം നിർവഹിക്കുകയാണ്. ബിലാൽ തങ്ങൾ
ഇമാമത്ത് കൊടുത്തു. റസൂലുള്ളാഹി നിസ്കരിക്കാൻ വേണ്ടി മദീനയിലെ പള്ളിയിൽ അതാ ആ പള്ളിയുടെ മിഹ്റാബിന്റെ ചാരത്ത് നിന്ന് കൈകെട്ടിപ്പോയി. ഫാത്തിഹ ഓതിയ ശേഷം റസൂലുള്ളാഹി തങ്ങൾ ഓതുന്ന സൂറത്ത് ഏതാണ്? യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ നിസ്ഫഹു വൻഖുസ് മിൻഹു ഖലീലാ ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർതീലാ ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീലാ എന്ന് തുടങ്ങുന്ന മുസമ്മിൽ സൂറത്ത് പാരായണം ചെയ്ത് ഈ സഹാബി വര്യൻ പള്ളിക്കകത്ത് കയറി നോക്കുമ്പോൾ റസൂലുള്ളാഹി തങ്ങൾ ഈ സൂറത്ത് പാരായണം ചെയ്ത് ഇന്നലദൈനാ അൻകാലോ വജഹീമാ വതആമൻ ലാ ഉസ്സതിൻ വഅദാബൻ അലീമാ യൗമ തർജുഫുൽ അർദു വൽ ജിബാലു വകാനത്തിൽ ജിബാലു കതീബൻ മഹീലാ. വിശുദ്ധ ഖുർആനിൽ ആഖിറത്തെ പരാമർശിക്കുന്ന അർത്ഥം വരുന്ന ആയത്തതാ റസൂലുള്ളാഹി ഓതുകയാണ്. നരകീയ അഗ്നിയെ പരാമർശിക്കുന്ന സൂറത്ത് റസൂലുള്ളാഹി ഓതുകയാണ്. നരകത്തിലെ ഭയാനകമായ ശിക്ഷയെ സംബന്ധിച്ചുള്ള ആയത്ത്, ഖിയാമത്ത് നാളിലെ ഭയാനകതയെ പറയുന്ന ആയത്ത്. അല്ലാഹു പറയുന്നത് എന്താണ്? തീർച്ചയായും ഞങ്ങളുടെ പക്കൽ നിങ്ങളെയൊക്കെ ബന്ധിക്കുന്ന തീച്ചങ്ങലകളുണ്ട്. മാത്രമല്ല കൽച്ചങ്ങലകൾക്കും പുറമേ ഞങ്ങളുടെ കയ്യിൽ അഗ്നികുണ്ടാരങ്ങളുണ്ട്. നിങ്ങളുടെ തൊണ്ടയിൽ കുടുങ്ങുന്ന നോവേറിയ ശിക്ഷയായ ഭക്ഷണം നിങ്ങൾക്ക് തരാൻ നരകത്തിൽ നമ്മൾ കാത്തുവച്ചിട്ടുണ്ട് എന്നെല്ലാം അർത്ഥം വരുന്ന, മാത്രമല്ല ആ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ്? പർവ്വതങ്ങളും എല്ലാം ഭൂമിയുമൊക്കെ പടലങ്ങളെ പോലെ പാറിപ്പറക്കുകയും ചിതറിത്തെറിക്കുകയും ചെയ്യുന്ന ഭയാനകമായ ഖിയാമത്ത് നാള്. ഈ അർത്ഥം വരുന്ന സൂക്തങ്ങൾ ഇങ്ങനെ റസൂലുള്ളാഹി തങ്ങൾ പാരായണം ചെയ്യുമ്പോൾ മഹാനായ സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എന്ന സ്വഹാബി ബോധം കെട്ട് നിലത്ത് വീണുപോയി. നിസ്കാരം നിർവഹിച്ചിട്ട് റസൂലുള്ളാഹി ചോദിച്ചു, മോനെ ഉമറേ, എവിടെയാണ് സഅലബ? നബിയെ, ബോധരഹിതനായി കിടക്കുകയാണ്. ഹബീബ് വന്നിട്ട് വിളിച്ചുണർത്തി, എന്തു പറ്റി മോനെ സഅലബ? അവിടുന്ന് പറയുന്നു, നബിയേ, തൊടല്ലേ നബിയേ, എന്നെ സ്പർശിക്കല്ലേ നബിയേ, ഈ കണ്ണുകൾക്ക് അവിടുത്തെ മുഖം കാണാൻ യോഗ്യതയില്ല, ഈ കണ്ണുകൾക്ക് ഈ തലകൾക്ക് അവിടുത്തെ നേർക്കിങ്ങനെ തിരിക്കാൻ അർഹതയില്ല. അല്ലാഹുവിന്റെ നരകത്തെ പേടിക്കാതെ ഹറാം കണ്ടുപോയവനാണ് ഞാൻ. പശ്ചാത്താപമുണ്ടോ നബിയേ? പടച്ചറപ്പനിക്ക് പൊറുത്തും തരുമോ നബിയേ? 1000 തെറ്റുകൾ എന്റെ നിത്യജീവിതത്തിൽ ഞാൻ ചെയ്യാറുണ്ട്. നമ്മൾ 1000 തെറ്റുകൾ ചെയ്യാറില്ലേ? നമ്മുടെ മനസ്സിനെ എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു ചിന്ത മതിക്കാറുണ്ടോ? ഈ സഹാബി വര്യനെ പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ട് ഹബീബിനോട് പറയുന്നു, എന്റെ തൗബ അല്ലാഹു സ്വീകരിക്കുമോ നബിയേ? ആ സമയത്ത് റസൂലുള്ളാഹി പറഞ്ഞു, മോനെ, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. നാരകീയ ശിക്ഷയെപ്പറ്റി കാവൽ ചോദിക്കുന്ന വിശുദ്ധമായൊരു പ്രാർത്ഥന പ്രവാചക പുങ്കവർ ചൊല്ലിക്കൊടുത്തിട്ട്, നീ ആവർത്തിച്ച് ചൊല്ലിക്കോ സഅലബ. റസൂലുള്ളാഹി തങ്ങൾ സദുപദേശം നടത്തി. അവിടുന്ന് വീട്ടിലേക്ക് പോയി. പിന്നെയും നോക്കുമ്പോ സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എന്ന സഹാബിയെ അതാ ജമാഅത്തിന് കാണുന്നില്ല, നിസ്കാരത്തിന് വരുന്നില്ല. അന്വേഷിച്ചു നോക്കുമ്പോൾ വഹുവ മരീവൻ, അവിടുന്ന് രോഗിയാണ്. ഹബീബായ നബി സന്ദർശിക്കാൻ വേണ്ടി ചെന്നോ, നോക്കുമ്പോൾ സക്കറാത്തിന്റെ ഹാലിലാണ്.
സക്രാത്തിന്റെ ഹാലിൽ കിടന്ന സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എന്ന ശ്രേഷ്ഠനായ സഹാബി വര്യന്റെ തലയെടുത്ത് ആരംഭപ്പൂവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ശറഫാക്കപ്പെട്ട മടിത്തട്ടിലേക്ക് ഇങ്ങനെ വെച്ചപ്പോൾ പെട്ടെന്ന് തല ഇങ്ങനെ വെട്ടി തിരിച്ചിട്ട് പറയുന്നു, നബിയേ, പാപം കണ്ടുപോയ ഈ കണ്ണുകളുള്ള തല അവിടുത്തെ ശ്രേഷ്ഠ സമ്പന്നമായ പരിശുദ്ധ പരിശ്രേഷ്ഠമായ മടിത്തട്ടിൽ വെക്കാൻ യോഗ്യതയില്ല നബിയേ. മോനെ സഅലബ, നിനക്ക് അല്ലാഹു പുറത്തു തന്നിട്ടുണ്ട്. നീ വല്ലാതെ പടച്ചറപ്പിനോട് പശ്ചാത്തപിച്ചയാളാണ്. നിന്റെ തൗബയെല്ലാം ഇഷ്ടപ്പെട്ടു പോയി സഅലബ. ഈ സന്തോഷത്തിന്റെ വർത്തമാനം റസൂലുള്ളാഹി അറിയിച്ചപ്പോൾ ഒരു വല്ലാത്ത അതാ മഹാനായ സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എന്ന സഹാബി വര്യൻ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി. മുഅ്മിനീങ്ങളെ, ജനാസ എടുക്കുന്ന നേരത്ത് റസൂലുള്ളാഹി തങ്ങളാണ് ജനാസയ്ക്ക് വേണ്ട എല്ലാ കർമ്മങ്ങളും ചെയ്തത്. ആ മയ്യിത്തുമായി ബന്ധപ്പെട്ട് എല്ലാ കർമ്മങ്ങളും ചെയ്തയാൾ റസൂലുള്ളാഹി തങ്ങളാണ്. ജനാസ കൊണ്ടുപോകുമ്പോ മുത്തുനബി പെരുവിരൽ കുത്തിയിട്ടാണ് നടക്കുന്നത്. സഹാബിമാര് ചോദിച്ചു, നബിയേ, എന്തിനാണ് അവിടുന്ന് പെരുവിരൽ കുത്തിയിട്ട് മഹാനായ സഅലബയുടെ ജനാസയും കൊണ്ടുപോയത്? അപ്പൊ മഹാനായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, പടച്ച റബ്ബിലേക്ക് വല്ലാതെ പശ്ചാത്തപിച്ചു പോയ സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എന്ന സഹാബി വര്യന്റെ പശ്ചാത്താപം അല്ലാഹ് സ്വീകരിച്ചു പോയി, വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയി. ആകാശലോകത്ത് നിന്ന് സഅലബത്ത് ബിൻ അബ്ദുറഹ്മാന്റെ ജനാസ നിസ്കാരത്തിൽ പങ്കെടുക്കാൻ ആയിരം മാലാഖമാർ ഇറങ്ങി വന്നുപോയി. അവർക്ക് തിക്കും തിരക്കും കാണിക്കുന്ന മാലാഖമാർക്ക് സൗകര്യമൊരുക്കി കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ എന്റെ പെരുവിരലുകൾ കുത്തി കുത്തി നടന്നത്. ഇതെന്തൊരു ശ്രേഷ്ഠതയാണ്, ഇതെന്തൊരു പവിത്രതയാണ്. ആധുനിക ലോകത്തെ ചെറുപ്പക്കാരോട് ഈ തിയറീസുകൾ പറഞ്ഞാൽ മനസ്സിലാകുമോ? ഇതൊക്കെ പ്രസംഗിച്ചാൽ ആരെങ്കിലും ഉൾക്കൊള്ളുമോ? ഇന്നെല്ലാവരും പ്രണയത്തിന്റെ പിന്നാലെ പായുന്ന ആളുകളാണ്. ദിനേന ദിനം പ്രതി എത്ര ഹറാമുകൾ ഞാനും നിങ്ങളും കാണാറുണ്ട്. നമ്മുടെ മനസ്സിന്റെ അകത്തളങ്ങളിൽ എവിടെയെങ്കിലും വല്ല വേദനയുമുണ്ടോ? അതെന്തുകൊണ്ടാണ് വരാത്തത്? നമ്മുടെ ഖൽബിൽ ഈമാനിന്റെ കുറവുള്ളത് കൊണ്ടാണ്.